ഒരു കാലത്ത് 40കളും 50കളും ചുവന്ന ദശകങ്ങളെന്നായിരുന്നു കേരളത്തിൽ വിശേഷിപ്പിക്കപ്പെട്ടു പോന്നിരുന്നത്. കമ്മ്യൂണിസത്തിന്റെ ആദർശം കേരളീയ സമൂഹം മുഴുവനും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്നവർ പ്രചരിപ്പിച്ചു. മാത്രമല്ല, കേരളത്തിലെ കവികളും സാഹിത്യകാരന്മാരും ബുദ്ധിജീവികളും പണ്ഡിതന്മാരുമെല്ലാം ജീവൽ സാഹിത്യ സംഘടനയുടെയും തുടർന്ന് പുരോഗമന കലാസാഹിത്യ സംഘടനയുടെയും കൊടിക്കീഴിൽ അണിനിരന്ന് കഴിഞ്ഞിരിക്കുന്നു എന്ന് ബൗദ്ധിക നേതൃത്വം, കേരളത്തിന്റെ ബൗദ്ധിക സത്ത കമ്മ്യൂണിസത്തിന്റെ കരങ്ങളിലാണ് എന്ന് അവരവകാശപ്പെടാറുണ്ടായിരുന്നു. കേശവദേവും ചങ്ങമ്പുഴയും പി ഭാസ്കരനും വയലാരാമോർമ്മയും മോഹൻ ബി കുറുപ്പും മക്കിത്തവും മുളപ്പമണ്ണയും തകഴി ശിവശങ്കരപ്പിള്ളയും അടക്കമുള്ള കേരളത്തിലെ എണ്ണമറ്റ കവികളെ, എഴുത്തുകാരെ, സാഹിത്യകാരന്മാരെ, ബുദ്ധിജീവികളെ ചൂണ്ടിക്കൊണ്ടവർ അവകാശപ്പെടാറുണ്ടായിരുന്നു കേരളത്തിന്റെ ബൗദ്ധിക സത്ത കമ്മ്യൂണിസത്തിന്റെ കൈകളിലാണ് എന്ന്. പക്ഷെ നമുക്കറിയാം, ചരിത്രം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും എന്ന പോലെ അതിശക്തമായ തിരിച്ചടിയായിരുന്നു കേരളത്തിൽ ഈ പ്രചരണം നടത്തിയ കമ്മ്യൂണിസ്റ്റുകൾക്കും നൽകിയത്. ഒരു കാലത്ത് കൃഷ്ണപിള്ളയെ കമ്മ്യൂണിസം പഠിപ്പിച്ചത് ഞാനാണെന്ന് അവകാശപ്പെട്ട സാഹിത്യകാരനായിരുന്നു കേശവദേവ്. കേശവദേവന്റെ ആദ്യകാല കൃതികളിലൂടെ അദ്ദേഹം കമ്മ്യൂണിസത്തിന്റെ തീത്തുപ്പുന്ന സാഹിത്യകാരൻ എന്ന നിലയ്ക്ക് അറിയപ്പെട്ടു. എന്നാൽ പിൽക്കാലത്ത് അദ്ദേഹം കമ്മ്യൂണിസത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടു, ഇതൊരു മരണക്കെണിയാണ്, ഇതിനകത്ത് പെട്ടുപോയാൽ പിന്നെ രക്ഷപ്പെടുക പ്രയാസമായിരിക്കും. കേശവദേവ് അവസാന കാലത്ത് എഴുതിയിട്ടുണ്ടായിരുന്ന കൊല്ലരുത് തുടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ, മഴയങ്ങും കുടയിങ്ങും തുടങ്ങിയ കൃതികളിലൂടെ അദ്ദേഹം ലോക ജനത, വിശേഷിച്ച് കേരളീയ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കമ്മ്യൂണിസം എന്ന മരണക്കെണി രക്തരക്ഷസുകളുടെ ഒളിസങ്കേതമാണിത് എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തി. കമ്മ്യൂണിസത്തെ കുറിച്ചുള്ള തന്റെ അവസാന അഭിപ്രായങ്ങൾ അദ്ദേഹം പ്രകടിപ്പിച്ചു. നമുക്കറിയാം, കേരളത്തിലെ മറ്റൊരു മഹാനായ കവിയായിരുന്നു ചങ്ങമ്പുഴ. ചങ്ങമ്പുഴയുടെ കൃതികൾ ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ മുഖ്യ വിഷയം പ്രേമവും വിലാപവുമായിരുന്നു എന്ന് നമുക്കറിയാം. ചങ്ങമ്പുഴയുടെ പാട്ടുകൾ പാടിയിട്ടില്ലാത്ത, ചങ്ങമ്പുഴ ആദരിച്ചിട്ടില്ലാത്ത കേരളീയനുണ്ടാകാൻ പ്രയാസമാണ്. അദ്ദേഹം കാറൽ മാർക്സിനെ കുറിച്ചും ചെങ്കൊടിയെക്കുറിച്ചും മഹത്വപൂർണമായ പാട്ടുകൾ പാടി ചങ്ങമ്പുഴ. കോട്ടയം സമ്മേളനത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘടനയുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ചുകൊണ്ടിരുന്നപ്പോൾ പലരും ചോദിച്ചു, ഇത് കമ്മ്യൂണിസ്റ്റ് പ്രചരണത്തിന് വേണ്ടിയാണെന്നൊരു ആരോപണമുണ്ടല്ലോ എന്ന്. അദ്ദേഹം തിരിച്ചു ചോദിച്ചു, അങ്ങനെ ആയാൽ തന്നെ നിങ്ങൾക്കെന്ത്, അങ്ങനെയാണെന്ന് കൂട്ടിക്കോളൂ എന്നായിരുന്നു. എന്നാൽ വിപ്ലവത്തിന്റെയും കമ്മ്യൂണിസത്തിന്റെയും കൂടപ്പിറപ്പ് എന്ന് കമ്മ്യൂണിസ്റ്റുകൾ തന്നെ വിശേഷിപ്പിച്ചിരുന്ന ഇദ്ദേഹം ചങ്ങമ്പുഴ, ആ ചങ്ങമ്പുഴ കവിത എഴുത്തു നിർത്തണം എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിൽ നിന്ന് കൽപ്പന വന്നു. ആരായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ്? നമുക്കിന്ന് കേരളീയരുടെ സൗഭാഗ്യം കൊണ്ട് നമ്മുടെ സംസ്കാരത്തിന്റെ മന്ത്രിയായി പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ മന്ത്രി ടി കെ രാമകൃഷ്ണന്റെ കൽപ്പന വന്നു, ചങ്ങമ്പുഴ കവിത എഴുത്തു നിർത്തണം എന്ന്. ചങ്ങമ്പുഴ പോലും ഞെട്ടിപ്പോയി, ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് ധിക്കാരികളിൽ നിന്ന് ഇങ്ങനെയൊരു കൽപ്പന, ഇവരാര് ഞാൻ കവിത എഴുതരുതെന്ന് താക്കീത് നൽകാൻ? എന്തായിരുന്നു ഈ അല്പന്മാരെ പ്രേരിപ്പിച്ചത് കവിത എഴുത്തു നിർത്തണം ചങ്ങമ്പുഴ എന്നാവശ്യപ്പെടാൻ? ചങ്ങമ്പുഴയുടെ വൃന്ദാവനം പോലുള്ള കവിതകൾ പ്രസിദ്ധീകരിച്ചു. നമുക്കറിയാം, നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ അല്ല, യുഗങ്ങളോ മന്വന്തരങ്ങളോ ആയി ജീവിച്ചു പോരുന്ന മഹത്തായ ഭാരതത്തിന്റെ എണ്ണമറ്റ തലമുറകളിലൂടെ നിലനിന്നു പോകുന്ന ജീവിത മൂല്യങ്ങൾ ഉൾക്കൊണ്ട കവി ഭാരതം മുഴുവനും ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദമുദ്ര പതിഞ്ഞു കിടക്കുന്ന പുണ്യഭൂമിയായി സങ്കല്പിച്ചുകൊണ്ട് വൃന്ദാവനം എന്ന കവിത എഴുതി അദ്ദേഹം. വൃന്ദാവനം എന്ന കവിത എഴുതിയപ്പോൾ പെറ്റ നാടിന്റെ പൈതൃകത്തിൽ നിന്ന് പുതിയ സമൂഹങ്ങളെ അറുത്തുമാറ്റാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക് വിഘാതമാകും ഈ കവിത എന്ന് മനസ്സിലാക്കിയപ്പോൾ ചങ്ങമ്പുഴ കവിത എഴുത്തു നിർത്തണം എന്ന് ഈ അല്പന്മാർ ആവശ്യപ്പെട്ടു. ഉദാഹരണത്തിന് വേണ്ടി എന്തായിരുന്നു അദ്ദേഹത്തിന്റെ വൃന്ദാവനം എന്ന കവിത എന്ന് ഏതാനും വരികൾ മാത്രം ഞാനിവിടെ വായിക്കാം. അതിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരെ പ്രകോപിപ്പിച്ചതെന്ത് എന്ന് 1000 പ്രസംഗങ്ങൾ നടത്തുന്നതിനേക്കാളും അദ്ദേഹത്തിന്റെ വരികളിൽ നിന്ന് നേരിട്ട് ബോധ്യമാകുമെന്നതുകൊണ്ട് ഏതാനും വരികൾ മാത്രം ഞാനിവിടെ വായിക്കാം. അദ്ദേഹം എഴുതി, പശ്ചിമം ശാസ്ത്രം നോക്കി പഠിച്ചു മനുഷ്യന്റെ രക്തത്തിൽ മനസ്തോഭം കൂടാതെ നീന്താൻ മാത്രം. തലച്ചോറിനാൽ ജോലി ചെയ്തതിൻ ഫലം കൊണ്ട് തലച്ചോറിനെ തന്നെ ചിതറിച്ചിനാൻ മാത്രം. കേവലമൊരു കൊച്ചു മാടപ്പിറാവിനായി പോലും ജീവനെ ദാനം ചെയ്യാൻ ഭാരതം കാട്ടിത്തന്നു. പൊന്മണി കിരീടവും ചെങ്കോലും ദൂരത്തിട്ട് ദണ്ഡുമായി അലയുവാൻ ഭാരതം കാട്ടിത്തന്നു. കാഞ്ചന പട്ടാമ്പരം കൈവിട്ടു നിസാരമാം കാവിമുണ്ടുടുക്കുവാൻ ഭാരതം കാട്ടിത്തന്നു. ഭോഗലോലുപത്വത്തിൽ നിന്നനശ്വരമാമ ത്യാഗശാന്തിയിലെത്താൻ ഭാരതം കാട്ടിത്തന്നു. പീരങ്കിയാൽ പശ്ചിമ മലറാനാശിച്ചപ്പോൾ ഭാരതം ഇരുന്നൊരു കൊച്ചോടക്കുഴലൂതി. മതത്തിൻ പേരും പറഞ്ഞയ്യോ പടിഞ്ഞാറു മനുഷ്യനെ കൊന്നൊടുക്കുമ്പോൾ ഭാരതത്തിലെ നീണ്ട താടിക്കാർ കാട്ടാളന്മാർ, പോരെങ്കിൽ പരിഷ്കാര ശൂന്യന്മാർ കറമ്പന്മാർ. നേരിന്റെ നാടും തേടി സ്നേഹത്തിൻ പാട്ടും പാടി ചാരുവാമൈക്യത്തിന്റെ പൂന്തോപ്പിൽ ഊഞ്ഞാലാടി.
ഭൂതലമജ്ഞാനാന്ധകാരത്തിൽ കിടന്നപ്പോൾ ഗീതയാം വാടാ വിളക്കി നാട്ടിൽ ആളിക്കത്തി. ഇന്നിപ്പോൾ വിമാനത്തിൽ കയറി ലോകം ചുറ്റി വന്നിടും വെള്ള പരിഷ്കാരത്തിന് മുത്തച്ഛന്മാർ പച്ചമാംസവും കൂടി ചൂറ്റുവെള്ളവും കൂടി ചശ്രമം ഗുഹയ്ക്കുള്ളിൽ ഉറങ്ങിക്കിടന്നപ്പോൾ ഈ കൊച്ചു രാജ്യത്തിന്റെ ഓരോരോ ഞരമ്പിലും ഉത്കൃഷ്ട സംസ്കാരത്തിന് സ്പന്ദനമോളം വെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് തുടർന്നു പോകുന്നു അദ്ദേഹത്തിന്റെ ദീർഘമായ വൃന്ദാവനം എന്ന കവിത. വൃന്ദാവനം എന്ന കവിതയിലൂടെ പെറ്റ നാടിന്റെ പൈതൃകത്തിലേക്ക് തിരിഞ്ഞു നോക്കിപ്പോയി ചങ്ങമ്പുഴ. ചങ്ങമ്പുഴയെ പോലുള്ള ഒരു കവിക്ക് കമ്മ്യൂണിസത്തിന്റെയും കാറൽ മാർക്സിന്റെയും മൂലധനത്തിന്റെയും ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്ന് കവിത എഴുതാൻ സാധ്യമായിരുന്നില്ല. സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള തന്റെ നാട്, ആ നാട്ടിൽ എണ്ണമറ്റ തലമുറകൾ, വിശ്വോത്തരമായ ഒരു സംസ്കാരം, കൃഷ്ണനെയും ഗീതയെയും പോലുള്ള മഹത്തായ മൂല്യങ്ങൾക്ക് ജന്മം കൊടുത്ത ഭാരതം, അതിനെക്കുറിച്ച് ചിന്തിച്ചുപോയി എന്നതായിരുന്നു ചങ്ങമ്പുഴ ചെയ്ത തെറ്റ്. ചങ്ങമ്പുഴയിലൂടെ കമ്മ്യൂണിസം സാക്ഷാത്കരിക്കപ്പെടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ചങ്ങമ്പുഴയെ അവർ കൈയൊഴിഞ്ഞു. പിന്നീട് നമുക്കറിയാം, പ്രസിദ്ധമായ കമ്മ്യൂണിസ്റ്റ് കവിത്രയത്തെക്കുറിച്ചായിരുന്നു പിന്നീട് പാടിപ്പുകട്ടാറുണ്ടായിരുന്നത്. ആരൊക്കെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് കവിത്രയം എന്ന പേരിൽ അറിയപ്പെട്ടു പോന്നത്? വയലാർ രാമവർമ്മയും പി ഭാസ്കരൻ മാസ്റ്ററും ON വേലുക്കുറുപ്പും ഇവരായിരുന്നു കമ്മ്യൂണിസ്റ്റ് കവിത്രയം എന്ന പേരിൽ അറിയപ്പെട്ടത്. വയലാർ രാമവർമ്മ വിപ്ലവത്തിന്റെ കവി എന്ന പേരിൽ ഇന്നും കൊണ്ടാടപ്പെട്ടു പോരുന്ന വയലാർ രാമവർമ്മ. നമുക്കറിയാം, രാഘവപ്പറമ്പിൽ രാമവർമ്മയ്ക്ക് വിപ്ലവ വീര്യം പോരാത്തത് കൊണ്ടായിരുന്നു വയലാർ എന്ന പദം കൂടി സ്വീകരിച്ചത്. അദ്ദേഹം ബലികുടീരങ്ങളെക്കുറിച്ചും ചെങ്കൊടിയെക്കുറിച്ചും എഴുതിയ സമയത്ത് ആവേശോജ്വലമായിരുന്നു അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ. അദ്ദേഹത്തിന്റെ പിൽക്കാലത്തുള്ള സിനിമാ ഗാനങ്ങളും അതുപോലെ നാടക ഗാനങ്ങളും എല്ലാം തന്നെ അക്കൂട്ടത്തിൽപ്പെട്ടവയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് വേദികളിൽ മുഴങ്ങിക്കേട്ടത് വയലാറിന്റെ സിംഹഗർജനങ്ങളായിരുന്നു ഒരു കാലത്ത്. പക്ഷേ അദ്ദേഹത്തിന്റെ പിൽക്കാല കവിതകൾ പലതും വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് യാഥാസ്ഥിതികന്മാർ വയലാർ രാമവർമ്മയെ ദന്തഗോപുര നിവാസി എന്ന്, മുതലാളിത്തത്തിന്റെ കൂലി എഴുത്തുകാരൻ എന്ന് വയലാർ രാമവർമ്മയെ വിശേഷിപ്പിച്ചു. നമുക്കറിയാം, അദ്ദേഹം സർഗസംഗീതത്തിലൂടെ പ്രഖ്യാപിച്ചു, വാളല്ലൻ സമരായുധം ജനജനൽക്കാരം മുഴക്കുവാൻ ആളല്ലൻ കരവാള് വിറ്റൊരു മണി പൊൻവീണ വാങ്ങിച്ചു ഞാനെന്ന് അദ്ദേഹം എഴുതിയപ്പോൾ, തുടർന്ന് അദ്ദേഹത്തിന്റെ മറ്റൊരു കവിതയായ കല്യാണ സൗഗന്ധികം പ്രസിദ്ധീകരിച്ചിരുന്ന സമയത്ത് കല്യാണ സൗഗന്ധികം എന്ന അദ്ദേഹത്തിന്റെ വികാരോജ്വലമായ കവിത, ആ കവിത നമ്മളിൽ ഏതാണ്ട് എല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും എന്നതുകൊണ്ട് അതിന്റെ ഉദാഹരണങ്ങൾ ഞാൻ ഒഴിവാക്കുന്നു. സ്വയം ഒരു ഭീമനായി തീരുകയായിരുന്നു അദ്ദേഹം. ഭീമസേനൻ പ്രേപത്നിയായ പാഞ്ചാലിയുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി കല്യാണ സൗഗന്ധികം തേടി അലയുകയും വഴിമധ്യേ വാനരനെ കാണുകയും ധിക്കാരപൂർവ്വം സമീപിക്കുകയും വാൽമാറ്റിപ്പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തതിനു ശേഷം കുരങ്ങനിൽ നിന്ന് യഥാർത്ഥ സ്വത്വമെന്ത് എന്ന് മനസ്സിലാക്കി അഹങ്കാരം അവിടെ അടിയറ വെച്ച ഭീമസേനൻ സ്വന്തം പൈതൃകത്തെ തിരിഞ്ഞു നോക്കുകയാണ്. ആ മാനുഷകത്തിന്റെ, ആ വിശ്വരൂപത്തിന്റെ മാനസപ്പൂവിനുള്ളിൽ ഉറങ്ങിയുണർന്നു ഞാനെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കല്യാണ സൗഗന്ധികം എന്ന കവിത അവസാനിപ്പിക്കുന്നത്. ആ മാനുഷകത്തിന്റെ, ആ വിശ്വരൂപത്തിന്റെ മാനസപ്പൂവിനുള്ളിൽ ഉറങ്ങിയുണർന്നു ഞാനെന്ന് വയലാർ രാമവർമ്മ പാടിയപ്പോൾ മഹത്തായ സംസ്കാരത്തിന്റെ ഉടമയായ ഭാരതം എന്ന നമ്മുടെ രാഷ്ട്രം, ഈ രാഷ്ട്രവും ഈ പൈതൃകവും കുരങ്ങൻ അദ്ദേഹത്തോട് പറയുന്നതായ രംഗങ്ങളുണ്ട്. സമയക്കുറവ് മൂലം അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ പൈതൃകമുണ്ടല്ലോ, നിന്റെ ജ്യേഷ്ഠനാണ് ഞാൻ, എന്നിലില്ലാത്തതൊന്നും നിനക്ക് ഒരിടത്തു നിന്നും കാണാൻ കഴിയില്ല, എന്നിലുള്ളതേ നിനക്ക് കണ്ടെത്താൻ കഴിയൂ എന്ന് ഉപദേശിക്കുന്ന പൈതൃകത്തെ മുഖാമുഖം കണ്ടിരുന്ന അദ്ദേഹത്തിന്റെ അഹങ്കാരങ്ങൾ, കമ്മ്യൂണിസത്തിന്റെ പേരിലുണ്ടായിരുന്ന ധിക്കാരപൂർവമായ സമീപനം കൈയൊഴിച്ചുകൊണ്ട് ആയിരുന്നു അദ്ദേഹം ആ കവിത അവസാനിപ്പിച്ചത്. ആ മാനുഷകത്തിന്റെ, ആ വിശ്വരൂപത്തിന്റെ മാനസപ്പൂവിനുള്ളിൽ ഉറങ്ങിയുണർന്നു ഞാനെന്ന്. വയലാർ രാമവർമ്മ അതോടുകൂടി കമ്മ്യൂണിസ്റ്റുകാരുടെ കണ്ണിലെ കരടായി, മുതലാളിത്തത്തിന്റെ കൂലി എഴുത്തുകാരനായി. ഈ നിലയിൽ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ഒരു മറുപടി എന്ന നിലയ്ക്ക് അദ്ദേഹം എന്റെ ദന്തഗോപുരത്തിലേക്ക് ഒരു ക്ഷണക്കത്ത് എന്ന മറുപടി കവിത എഴുതി. എന്റെ ദന്തഗോപുരത്തിലേക്ക് ഒരു ക്ഷണക്കത്ത് എന്ന മറുപടി കവിതയിൽ അദ്ദേഹത്തെ വിമർശിച്ചവരെ ഓർമ്മപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ വാത്മീകത്തിൽ ഇത്തിരി നേരം ധ്യാനലീലനായിരുന്നപ്പോൾ ശബ്ദമുണ്ടാക്കി നിങ്ങൾ. തുടർന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു, എറിഞ്ഞാൽ ഉടയില്ല മന്ത്രാസ്ത്ര നിരവ